നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കരിവേലിപ്പടി ആശുപത്രിയുടെ വികസനം MP ഫണ്ട് സ്വീകരിച്ച് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പനേപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. കൊച്ചി കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിലെ കിഫ്ബി പദ്ധതി അവതാളത്തിലാണെന്നും MP ഫണ്ട് സ്വീകരിച്ച് ആശുപത്രി വികസന പദ്ധതി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പനേപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പ്രയോജനം ചെയ്യേണ്ട ഒരു ആശുപത്രിയായി ഒരു സൗകര്യവുമില്ലാതെ അടിയന്തരമായി നൽകേണ്ട ഒരു ചികിത്സയും നൽകാതെ പാവപ്പെട്ടവർക്ക് ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഒരു ദുരിതാലയമായി ഈ ആശുപത്രി മാറി. ധർമാശുപത്രി എന്ന് നമ്മൾ പറയുന്ന ഈ ആശുപത്രിയിൽ ധർമ്മക്കാർ പോലും വരാൻ കഴിയാത്ത സാഹചര്യമായി. ആര് വന്നാലും ഒരു തരത്തിലുള്ള ചികിത്സയും ലഭിക്കാതെ പേര് മാത്രം സർക്കാരിൻ്റെ താലൂക്ക് ആശുപത്രി എന്നുള്ളത് മാത്രമായി. കേരളത്തിലെ മറ്റുള്ള താലൂക്ക് ആശുപത്രികളും മറ്റും നമ്മൾ കാണുന്നവരാണ്. ഇവിടെ ഒരു ജനപ്രതിനിധിയുണ്ട്. 10 വർഷക്കാലമാകുന്ന ആ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് കൂടുതൽ സൗകര്യങ്ങൾ? ഏകദിന ഉപവാസത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് VH ഷിഹാബുദ്ദീൻ നിർവഹിച്ചു. ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ സമരം നടത്തിയിട്ടുള്ളത് ഇന്ത്യക്കാരാണ്. കാരണം മഹാത്മാജിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ അഹിംസ എന്ന് പറയുന്ന ആ പ്രയോഗം ലോകമെമ്പാടും ഞെട്ടിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകരുത്. അന്ന് നടത്തിയ സമര പോരാട്ടങ്ങളുടെ അവസാനം ഉണ്ടാകേണ്ടതിന് പകരം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയങ്ങളിലെല്ലാം DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ, DCC അംഗം MA മുഹമ്മദ് അലി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ, DCC മെമ്പർ AM അയ്യൂബ്, കൗൺസിലർ ഷീല തദേവൂസ്, കോൺഗ്രസ് നേതാക്കളായ MA ജോസി, PM അസ്ലം, ഷമീർ വളവത്ത്, ഹസീം ഹംസ, K അഫ്സൽ, MS ഷുഹൈബ്, ബ്രയാൻ ആൻഡ്രൂസ് പോൾ, സനിൽ ഈസ, മുഹമ്മദ് സൈനുദ്ദീൻ, ഷമീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.